ഹായ് ഗൈസ്, അപ്പം ഇന്ന് നമ്മളൊരു ഡേ ഔട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. നമ്മളെ ഫാമിലി എല്ലാവരും ഉണ്ട്. ഏട്ടൻ, അമ്മ, അച്ഛൻ, അഭിന, അബി, കുഞ്ഞു. പിന്നെ നമ്മൾ ചിന്നുവിനെയും കൂടി പോകുന്ന വഴിക്ക് കൂട്ടിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇറങ്ങി. ഇന്ന് നമ്മളെ ആനിവേഴ്സറി ഡേ കൂടെയാണ്. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ മറ്റേ തൂക്കുപാലത്തിലൊക്കെ ഇറങ്ങി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഒരു ചായ കുടിക്കാൻ കയറി. പക്ഷെ അവിടെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല കഴിക്കാൻ. ഈ കല്ലമ്മക്കായ സ്റ്റീം ചെയ്തതും ചായയും. അപ്പം ഞാൻ ചായയില്ല, ഞാൻ ബൂസ്റ്റ്, ചിന്നു കാപ്പി, ബാക്കി എല്ലാവരും ചായ. അങ്ങനെ ചായ അതൊക്കെ കഴിഞ്ഞാൽ നമ്മളിറങ്ങി. ഇതാണ് റിസോർട്ടല്ല, റോയാഡ് ഫാം ഹൗസ് എന്നാണ് ഇതിനെ പറയുക. ഇത് കോഴിക്കോട് ഓമശ്ശേരി തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് 6 മാസമായി. അപ്പോൾ അത്ര ദൂരം ട്രാവൽ ചെയ്യുക എന്നുള്ളത് കുറച്ചൊരു ടാസ്ക്കാണ്. പിന്നെ എന്താ പറയുക, സ്റ്റേയും എനിക്ക് പറ്റൂല. കാരണം ഓരോ ദിവസം ഓരോരോ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റേ ഒന്നുമില്ല. രാവിലെ പോയിട്ട് വൈകുന്നേരം വരുന്ന പോലെയാണ് നമ്മളിതെടുത്തത്. രാവിലെ 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കയറി 5:30 അങ്ങനെ ഒരു ടൈം, നമ്മൾക്ക് ഒരു ടൈം തരികയാണ് ചെയ്യുക കേട്ടോ. നമ്മളെ സമയം കൂടി നോക്കിയിട്ട് ഒരു ടൈം തരും. അങ്ങനെ കയറിയപ്പോൾ തന്നെ പിന്നെ നമ്മളെ സ്ഥിരം പരിപാടിയാണ് ഫോട്ടോ എടുക്കൽ. ആ കുഞ്ഞിനെ വെച്ച് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ അത്യാവശ്യം നടക്കാനുണ്ട്, അത്യാവശ്യം സ്ഥലമുണ്ട് കേട്ടോ ഇത് ഫുള്ളായിട്ടും. അപ്പോൾ നടന്ന് തന്നെ കാണണം. വണ്ടി ഉള്ളോട്ടേക്ക് കയറ്റാൻ പറ്റും, പക്ഷെ നമ്മൾ വണ്ടി സ്റ്റാർട്ടിൽ അവിടെ തുടങ്ങുന്നതോട് തന്നെ വെച്ചിട്ട് നടക്കുകയായിരുന്നു. കാരണം ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം. അതുകൊണ്ട് തന്നെ എന്താ പറയുക, വണ്ടി അവിടെ വെച്ചിട്ട് നമ്മൾ നടന്നു. പിന്നെ ഇവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്ഥലം എടുത്തത്. ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയ്ക്കനുസരിച്ച് പോകാൻ പറ്റുന്ന സ്ഥലം നോക്കിയെടുത്തതാണ്. അവിടെ വല്ലാതെ ഒരുപാട് ആളുകൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളുള്ളിൽ കയറി ഒരു ഓഫീസിൽ കുറച്ച് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അറ്റൻഡ് ചെയ്തു, പേയ്മെൻറ്റൊക്കെ കൊടുത്തു. പിന്നെ നമ്മൾ വെയിറ്റ് ആക്കാണ് കേട്ടോ. പിന്നെ കുറച്ച് നേരം ഫോട്ടോ എടുക്കണമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. കേക്ക് നമ്മൾ വരുമ്പോൾ തന്നെ വാങ്ങിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. സ്ഥിരമായിട്ട് നമ്മൾ എടുക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ കേക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ കേക്ക് കട്ട് ചെയ്യാൻ വെച്ചു. പിന്നെ കേക്ക് മെൽറ്റായി പോകുമല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ട് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാമെന്നുള്ള ഒരിതിലാണ്. മാത്രമല്ല നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് കഴിച്ചിറങ്ങിയാൽ പിന്നെ ഒരു ബൂസ്റ്റും ഒരു കല്ലമക്കായും മാത്രമേ കഴിച്ചു. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തു, നമ്മൾ അതൊക്കെ കഴിച്ചു. നല്ല അടിപൊളി സ്ഥലം ഗൈസ്. എന്ന് വെച്ചാൽ ഇങ്ങനെ അവിടെ ഒരുപാട് ആക്ടിവിറ്റീസൊന്നുമില്ല നമുക്ക് ചെയ്യാൻ, പക്ഷേ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു കേട്ടോ. ഇവിടെ സ്റ്റേ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ റേറ്റൊന്നും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് അവർ പെർ ഹെഡ് 950 റുപ്പീസാണ് ചാർജ് ചെയ്തത്. എന്ന് വെച്ചാൽ ഇതിനകത്ത് രാവിലെ നമ്മൾ കയറിയ പാടെ തന്നെ അവരൊരു വെൽക്കം ഡ്രിങ്ക് തരും. വെൽക്കം ഡ്രിങ്ക് ജ്യൂസ് കൊടുക്കുന്നവരുണ്ട്. നമുക്ക് അവർ തന്നത് എന്തോ ഒരു ടീ ആയിരുന്നു. അവിടെ തന്നെ ഇതെന്തോ അഗ്രികൾച്ചറൽ ഫാമൊക്കെ പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ തന്നെ എന്തൊക്കെയോ സംഭവങ്ങൾ, ഏലക്കായ, ചുക്ക്, അങ്ങനെ എന്തോ ഒരു സ്പെഷ്യൽ ചായ ആയിരുന്നു. ഞാൻ കുടിച്ചിട്ടില്ല, ഞാൻ ചായ കുടിക്കില്ല. അപ്പോൾ കുടിച്ച അച്ഛനും അമ്മയും ഏട്ടനൊക്കെയാണ് അഭിപ്രായം പറഞ്ഞത്. അങ്ങനെ പുള്ളി അത് കൊണ്ടു തന്നു. അത് കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ഇവിടെ ഫാമാന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ജീവികളൊക്കെ കാണാൻ പോയി. ഇത് നമ്മൾ നിൽക്കുന്ന റൂമിൽ നിന്നും പിന്നെ പൂളിൽ നിന്നൊക്കെ എത്രയോ വിട്ടിട്ടാണ് ഈ ഫാം കേട്ടോ. ഞാൻ പറഞ്ഞില്ല, അത്രയും സ്ഥലമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ വേറൊരു സെക്ഷനിൽ തന്നെയാണ്. അപ്പം നമ്മളതിൻ്റെ ഉള്ളിൽ പോയി എല്ലാത്തിനെയും കാണുന്നുണ്ട്. എനിക്ക് പിന്നെ ഇത്തരം സാധനങ്ങളെയൊക്കെ പേടിയുമാണ്. മാത്രമല്ല ഞാൻ തൊടുന്നില്ല, എനിക്ക് എന്തൊരു പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പുറത്തു നിന്ന്, ഇവരൊക്കെ ഇതിനകത്തുനിന്ന് എല്ലാത്തിനെയും തൊടുന്നും കാണുന്നും പിടിക്കുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞേറെ പിന്നെ ഈ സ്വാതന്ത്ര്യത്തിന് ഏട്ടൻ തൊടുന്നുണ്ട്. ഏട്ടൻ പിന്നെ ഇതിനായിട്ടുള്ള ആളാണ്, ഇങ്ങനത്തെ സാധനങ്ങളായിട്ട് ഭയങ്കര ഇതുള്ളൊരു കൂട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്.
പിന്നെ ഉള്ളത് സ്നേക്കാണ്. അപ്പോൾ സ്നേക്കിന് അമ്മേനെ പീഡിപ്പിക്കണം. അമ്മയ്ക്ക് നല്ല പേടിയാണ്. അമ്മേൻ്റെ കയ്യിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇവർ പിടിച്ച് വെക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ അമ്മ ഒന്നും തൊട്ടില്ല. അമ്മ, ഞാൻ, അച്ഛൻ, ചിന്നു ഒന്നും തൊട്ടിട്ടില്ല. ഏട്ടൻ, അബിന ഇവർ 3 പേരും പിന്നെ ഒരേ കണത്തപ്പെട്ടവരാണ്. ഒരു 3 പേരും അതിനെ കയ്യിൽ വെക്കുന്നു, അതിനെ തല കൊടുത്ത് നോക്കുന്നുണ്ട് ഗൈസ്. കുഞ്ഞിന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞിന് പേടിയാണ്. കുഞ്ഞിന് അങ്ങനെ എല്ലാ സാധനത്തിനും ഒന്നും പോയി പിടിക്കാനുള്ള ധൈര്യമില്ല. പക്ഷെ എന്നാലും ഏട്ടൻ്റെ ഒരു ഇതിലേക്ക് അതിനെ മാറ്റി കൊണ്ടുവരുന്നുണ്ട്. എന്തൊക്കെയോ ജീവികളുണ്ടായിരുന്നു കേട്ടോ. എമു, പിന്നെ ഒട്ടകപ്പക്ഷി, പിന്നെ കുറേ ബേഡ്സ്, അങ്ങനെ എന്തൊക്കെയൊക്കെയോ സാധനങ്ങളുണ്ട്. ഞാൻ എല്ലാത്തിനും കൂടി ഒന്നും ഇതിനകത്ത് കാണിച്ചിട്ടില്ല. പൊതുവേ എനിക്കൊരു ഇതില്ലാത്തൊരു ഫീൽഡാണിത്. കാണാനുള്ള ഇഷ്ടമുണ്ട് എന്നല്ലാതെ എനിക്ക് ഇതിനോട് വല്ലാത്തൊരു അടുപ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമുള്ള കൂട്ടത്തിലല്ല ഞാൻ. പിന്നെ ഇവർ മറ്റേ പക്ഷികൾക്ക് ഫീഡ് ചെയ്യുന്നുണ്ട്. കണ്ട ചെക്കനെ കയ്യിൽ വെച്ച് ചെക്കൻ ചെക്കൻ്റെ അതേപോലെ തന്നെയാണ്. ചെക്കൻ ഇതൊക്കെ ഭയങ്കര അറപ്പുള്ള കൂട്ടത്തിലുള്ള ചെക്കൻ. തൊടണം പിടിക്കണം എന്നൊക്കെ അവന് ഇഷ്ടമുണ്ടെങ്കിലും പക്ഷെ അവന് കുറച്ചൊരു ഇതുള്ള കൂട്ടത്തിലാണ്. എന്നാലും ഓനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇനി പേടിയൊക്കെ മാറണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓനെ കൊണ്ട് എല്ലാ സാധനത്തിനെയും തൊടിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് എന്താ പറയുക, ഫിഷിംഗ് ആണ്. പക്ഷെ നമ്മളതിനെ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒന്നെങ്കിൽ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ നമുക്കത് രണ്ടും വേണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ പോകുന്നത് പൂളിലേക്കാണ്. പൂളിൽ ഒരുപാട് വീഡിയോസൊന്നും ഇല്ല, കാരണം വെള്ളത്തിൽ കളിക്കായതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനുള്ളൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫോണ് പുറത്ത് വെച്ചേക്കായിരുന്നു. അതുകൊണ്ട് തന്നെ 1-2 വീഡിയോസേ ഉള്ളൂ. ഒരു 2 മണിക്കൂർ 2-2.5 മണിക്കൂറോളം പൂളിൽ കളി തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് അതിന് വേണ്ടിയിട്ട് അവർ നമുക്കൊരു റൂം തന്നിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടെന്നല്ല, നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു റൂം, ഒരു AC റൂമായിട്ട് തരുന്നുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം വരെ നമുക്ക് യൂസ് ആക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അത് നനഞ്ഞ് കഴിഞ്ഞാൽ കയറി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ നേരെ ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. ഫുഡ് കഴിക്കുമ്പോഴേക്കും 3 മണിയോ 3:30 എങ്ങനെ ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതിന് പോയി. പിന്നെ ഇവിടെ ഒരു കഫേ ഉണ്ട്, പക്ഷെ 2 മണിക്ക് ശേഷമേ ഓണാവുള്ളൂ, തുറക്കുകയുള്ളൂ. അവിടെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, ബർഗർ, സാൻഡ്വിച്ച്. പക്ഷെ നമ്മൾ അങ്ങനത്തെ ഒന്നും കഴിച്ചില്ല. അതിന് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം. ഇത് പിന്നെ അവരുടെ പാക്കേജിൽ ഇൻക്ലൂഡാണ് കേട്ടോ. രാവിലത്തെ വെൽക്കം ഡ്രിങ്കും ഉച്ചക്കത്തെ ബിരിയാണി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കൊള്ളൂല, മീൻസ് കാണാനൊരു മജ്ജല്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു കുഴപ്പവും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളെല്ലാവരും ഇരുന്ന് കഴിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വീണ്ടും പാർക്കിലോട്ട് പോവുകയാണ്. പിന്നെ ഇവിടെ കുറേ എന്താ പറയുക, റംബൂട്ടാൻ, പിന്നെ എന്തൊക്കെയായിരുന്നു, സപ്പോട്ട, വേറെ എന്തൊക്കെയാണ്, പേരക്ക, നാരങ്ങ, അങ്ങനെ എന്തൊക്കെയൊക്കെയോ ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടൊക്കെ നമ്മൾ പറിച്ച് തിന്നിട്ടുണ്ട്. പിന്നെ കുഞ്ഞും അച്ഛനും ഉറങ്ങുകയാണ് റൂമിൽ. അതുകൊണ്ട് കുഞ്ഞു ഉറങ്ങായതുകൊണ്ട് അച്ഛൻ അവൻ്റെ അടുത്ത് ഇരുന്നോളാന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കി സമയത്ത് നമ്മൾ പോയി കളിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ വട്ടത്തോണിയിൽ കയറുന്നുണ്ട്. സംഭവിക്കുന്നത് നല്ല പേടിയുണ്ടായിരുന്നു, പക്ഷെ നാളേക്ക് കയറണം എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ കയറി. അതുവരെ എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. രാവിലെ തൊട്ട് ഇതിപ്പോൾ നമ്മൾ കയറുമ്പോൾ 4 മണി ഉണ്ടാവും. 4 മണി വരെ എനിക്കൊരു കുഴപ്പവും ക്ഷീണവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ സാധനത്തിൽ കയറി ഇറങ്ങിയതിന് ശേഷം എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്താ ബുദ്ധിമുട്ടാണ് എനിക്ക് ഫീൽ ചെയ്തതെന്ന് എനിക്കറിയില്ല. എന്തോ ഒരു കുഴപ്പം, ടെൻഷൻ ആയതുകൊണ്ടാവും അറിയില്ല, എന്തോ ഒരു പ്രയാസം ഉണ്ടായിരുന്നു. പിന്നെ വേഗം തന്നെ ശരിയായി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് 2 പേര് വെച്ച് കയറാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനും ഏട്ടനും ആദ്യം കയറി, പിന്നെ ഏട്ടൻ അമ്മേനെ കയറ്റി, പിന്നെ അബിനെയും ചിന്നും കൂടിയും ഒരുമിച്ച് കയറി. അല്ലെങ്കിൽ പിന്നെ ഒരാളൊറ്റയ്ക്കാവില്ല. അപ്പോൾ അങ്ങനെ കയറി. നല്ല വൈബുള്ള സാധനമായിരുന്നു ഗൈസ്, പക്ഷെ പേടിയാവുന്നുള്ളൂ. ഇങ്ങനെ വട്ടം കറങ്ങുമ്പോൾ നമുക്ക് തല ചുറ്റുന്ന ഒരു പോലെ ഫീലാവും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഇവർ 2 പേരും കൂടി ഷട്ടിലൊക്കെ കളിക്കുന്നുണ്ട്. അമ്മ സമയം കൊണ്ട് ഇരുന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. ശരിക്കും അച്ഛനും കുഞ്ഞും റൂമിൽ ഉറങ്ങുന്നുണ്ട്. പക്ഷെ നമ്മൾ പോവായതുകൊണ്ട് ഒരു ഡോർ ഉള്ളിൽ നിന്ന് ലോക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിളിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് പുറത്തുതന്നെ ഇരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവർ ക്യാരംസ് കളിക്കാതിരുന്നുണ്ട്. ഏട്ടനും അബിനെയും ചിന്നും കൂടി ക്യാരംസ് കളിക്കാതിരുന്നുണ്ട്. അങ്ങനെ ആ കളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിന്നുവിനെ കൊണ്ടൊരു ഡാൻസ് കളിപ്പിക്കുന്നുണ്ട്. ഇവൾ നന്നായിട്ട് ഡാൻസ് കളിക്കും.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഡാൻസൊക്കെ കളിപ്പിച്ചു. ഞാൻ ഫുള്ളും ഇതിനകത്ത് കാണിച്ചിട്ടില്ല. ഇപ്പം ഡാൻസൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ ചായ കൊണ്ട് തന്നു. അതും അവരെ പാക്കേജിലുള്ളതാണ് കേട്ടോ. അവർ ചായയും പിന്നെ എന്തെങ്കിലും ഒരു സാധനം. അപ്പോൾ നമുക്ക് ചായയും പഴംപൊരിയായിരുന്നു. അപ്പം ഞാൻ ചായ കുടിക്കില്ല, അഭിനയ ചായ കുടിക്കില്ല, ബാക്കി എല്ലാവരും ചായയൊക്കെ കുടിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ റൂമിൽ പോയി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങുകയാണ്. നല്ലൊരു ദിവസമായിരുന്നു ഗൈസ്. പിന്നെ അമ്മയും അച്ഛനും അബിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഞാൻ ഒന്നും ശ്രദ്ധിക്കേണ്ടി വന്നിട്ടില്ല. കുഞ്ഞിന് ഫുഡ് കൊടുത്തതും കുഞ്ഞിനെ കൊണ്ടുവരുന്നതൊക്കെ അച്ഛൻ തന്നെയാണ്. ഞാൻ എൻ്റേതായ ഒരു ഇതിലായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് പെട്ടെന്ന് തന്നെ എനിക്ക് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ കുടിക്കാൻ ആഗ്രഹമുള്ള സാധനം നാരങ്ങ സോഡ സർബത്ത് ഇങ്ങനത്തെ സാധനങ്ങളാണ്. അപ്പം അത് വാങ്ങിച്ചു തരാൻ വേണ്ടി ഏട്ടനും അബിയും കൂടി പോയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കുടിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മൾ വീണ്ടും പോകുന്ന വഴിക്ക് നമ്മൾ രാത്രി ഫുഡ് കഴിച്ചു. അച്ഛനും അമ്മയൊക്കെ ദോശയാണ് കഴിച്ചത്. ഞാൻ ഫ്രൈഡ് റൈസ്, ഏട്ടനും അഭിനയും കൂടിയും പൊറോട്ട ഇതൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിൽ പോയി. അപ്പോൾ അത്രയ്ക്കുള്ളായിരുന്നു ഇന്നത്തെ വിശേഷം. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം കേട്ടോ.